നമസ്കാരം. പ്രേക്ഷക ഹൃദയം പിടിച്ചടക്കിയ ചിത്രം തന്നെയായിരുന്നു എക്കോ. ഈ ചിത്രം ഇപ്പോൾ രാജ്യാതിർത്തിയും കടന്ന് ജർമ്മനിയിലേക്ക് പോവുകയാണ്. വിദേശ റിലീസ് ഇന്ന് മുതലാണ്. മലയാള സിനിമാ ആസ്വാദകർക്ക് പുത്തൻ ദൃശ്യാനുഭവം സമ്മാനിച്ച എക്കോ തിയേറ്ററുകളിൽ മികച്ച പ്രതികരണവുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലെ അഭിനേതാക്കളെയും സന്ദർഭങ്ങളെയും അഭിനയത്തെയും പ്രകീർത്തിച്ചുകൊണ്ട് ഒട്ടനവധി പോസ്റ്റുകളാണ് ഓരോ നിമിഷവും സോഷ്യൽ മീഡിയയിൽ നിറയുന്നതും. വൻ മൗത്ത് പബ്ലിസിറ്റിയാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബോക്സ് ഓഫീസിലും മികച്ച പ്രകടനം തുടരുന്നതിനിടെ ചിത്രം രാജ്യം വിട്ട് വിദേശ തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എക്കോ ജർമ്മനിയിൽ റിലീസ് ചെയ്യുമെന്ന് സംവിധായകൻ ദിൻജിത്ത് അയ്യത്താൻ തന്നെയാണ് അറിയിച്ചിരിക്കുന്നതും. നവംബർ 28, അതായത് ഇന്ന് എക്കോ ജർമ്മനിയിലെ തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തും. ബെർലിൻ അടക്കമുള്ള പ്രധാന പ്രദേശങ്ങളിലെ തിയേറ്ററുകളിൽ ചിത്രം കാണുവാനുമാകും. മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്ത ഈ ചിത്രം ജർമ്മനിയിലും വലിയ സ്വീകാര്യത നേടുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ. നവംബർ 21-നാണ് എക്കോ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. ബാഹുൽ രമേശ് തിരക്കഥ രചിച്ച ഈ ചിത്രത്തിൽ യുവതാരം സന്ദീപ് പ്രദീപാണ് നായകനായി എത്തിയത്. ഇത് താരത്തിൻ്റെ കരിയറിലെ മികച്ച പ്രകടനമായി വിലയിരുത്തപ്പെടുന്നുമുണ്ട്. ആരാധ്യ സ്റ്റുഡിയോസിൻ്റെ ബാനറിൽ MRK ജയറാം ആദ്യമായി നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് എക്കോ. ഇനി എക്കോ നമുക്ക് ജർമ്മനിയിലും കാണാം.